റയാന സുഖാണോ ബ്രോ? എന്തുകൊണ്ട് എന്താണ് ആരായിട്ടായിരുന്ന പ്രശ്നം? എന്നാ അവനെ എടുക്കുന്നത്, അവൻ കത്തിയും പോയി. ട്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണം അല്ലേ? ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻ വേണ്ട വേണ്ട വേണ്ട. എന്താണ് നിനക്ക് പേടിയുണ്ടോ? എന്നെയല്ല, എനിക്ക് നിന്നെ പേടി, മനസ്സിലായി? എനിക്ക് എന്ത് പേടി? അത് ശരിയാണ്, അത് ശരിയാ, അത് ശരിയാ. അല്ല നീ പേടിക്കണം. അല്ല എനിക്ക് സേവേജിന് മതി, അപ്പുകുട്ടനെ വേണ്ട. നീ സേഫാ. നമ്മളങ്ങനെയല്ലല്ലോ. ആൾക്കാര് നോക്കിയടാ, ബ്രോ ഒരു മാന്യനാണ്. ഇവന്റെ പേരെന്താ? റയാനോ? റയാൻ ഫിലിപ്പ് മങ്കീപ്പൻ. നിങ്ങൾ ഷിറ്റ്സുവിന്റെ മുടിയുള്ള ഒരുത്തരുണ്ടോ? അവന്റെ പേരെന്താ? എന്ത് റയാൻ ഫിലിപ്പ് മങ്കീപ്പൻ? പടം പടം തന്നെ ഇവിടെ ഇവിടെ പ്ലേ നിന്റെ കൂടെ ഷിറ്റ്സുവിന്റെ മുടിയുടെ ഒരുത്തുണ്ടോ? അവന്റെ പേരെന്താ? ഇവനെ അറിയുമോ? എനിക്ക് കറക്റ്റ് അറിയില്ല. ഗ്യാങ് കയറിയിട്ട് 2 ദിവസമായിട്ട്. പാപ്പ അടാ ഇടിക്കലടാ, പാവം ഗ്യാങ് 2 ദിവസമായോളൂ. അവൻ അവന്റെ പേര് ഷിറ്റ്സുവിന്റെ മുടിയാന്ന് പറഞ്ഞത്. അവനെ ലാസ്റ്റ് വിളിച്ചോണ്ട സോറി എല്ലാം പറയാ പയ്യ. ഇങ്ങോട്ട് വരാൻ പറയണ അലിയ, വേണ്ട ആളെ ഇവനെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയേ. ഇല്ല അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും, അങ്ങനെ പറ്റും, പറ്റും, പറ്റും. അല്ല 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 ഇല്ല അല്ല, ഇവിടെ വന്നിട്ട് ഇല്ല, കോഹ്ലിയുടെ മാത്രമേ വരത്തുള്ളൂ. മറ്റേ പേര് കിട്ടിയോ? സൃഷ്ടിയാക്കത്തുള്ളൂ. അളി എനിക്ക് അളിയാ അല്ല 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 അല്ലാണ്ട് പറ്റും. ആരോ പറഞ്ഞു ട്രേഡ് അല്ലാണ്ട് പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്? ഇതെങ്ങനെ കുഞ്ഞിവിടെ നിന്നോ? പേരെന്താ? പേരെന്താ? റയാൻ. ഓക്കെ 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 ഓക്കെ. ഇവിടെ എല്ലാരും നമ്മുടെ നാട്ടിലേടാ ചണ്ടിയുടെ പേരാണ് റയാൻ. പാവാണ്. 2 ദിവസം ഗ്യാങ് കയറിട്ട് 2 ദിവസമായുള്ളൂ അടികൊള്ളാൻ കയറി. അവനങ്ങ് കറണ്ട് കയറി. ചോദിക്കട്ടെ എന്നിട്ട് ഇപ്പൊ കണക്റ്റഡ്. സംഭവം ഇത്ര ഉള്ളു. നിന്റെ കൂട്ടത്തിലൊരുത്തനെ അവന് ടിവിയുടെ ഫുൾ ഫോം അറിയണം. പറഞ്ഞു കൊടുത്തിട്ട് അവന് മനസ്സിലായില്ല. അവന് വിളിക്കണം. നീ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം അവനാണ്. അവൻ അവിടെ വെച്ചങ്ങ് വെച്ച് ചെയ്ത് വിട്ടു. ഇതെങ്ങനെയാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്? നീ ഒരു മാന്യനാ. നീ കൂട്ടത്തോളാൻ തല്ലുള്ളിയാ. നീ മാനിയാണ്ട് നിന്നെ അത്ര അവരാധിക്കുന്നില്ല. സ്നേഹമൊന്നുമില്ല. ഓജിലുള്ളവന്മാരെ കണ്ണിന് കണ്ടുകൂടാ എനിക്കിപ്പോ, മനസ്സിലായോ? അല്ല ഞാൻ അവനെ ഇവന്റെ ഫുൾ വന്നിട്ട് വെച്ച് ടിവിയുടെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു കൊടുത്തു മാനുമായിട്ട്. അപ്പൊ അവനായിട്ടൊരു ഫുൾ ഫോം കിട്ടും, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവനോട് വന്നിരിക്കുന്നത്. ബ്രോ നിങ്ങളെ ഗാങ്ങിന്റെ ഫുൾ ഫോം എന്തേലും കേക്കട്ടെ. ഹലോ കോഹ്ലിയുടെയാണോ? അല്ലടാ അല്ലെന്ന് പറഞ്ഞിരുന്നു അവൻ ഇന്നലെ. ബ്രോ റാങ്കുട്ടെന്നാണോ നെയിം? വണ്ടിക്കകത്തിട്ട് ഫോറസ്റ്റുകാർ ഇവരെ ഇതിന് മാറി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറന്നു പോകാനാണ് പേരച്ചോട്ട്. കാട്ടിലെ എന്താ ബ്രോ ഭക്ഷണമൊക്കെ എന്താണ്? ഒറാങ്കുട്ടൻ ഒറാങ്കുട്ടൻ എന്ത് സാറിന് കഴിക്കുന്നത്? ഒറാങ്കുട്ടൻ നമ്മുടെ ബർഗറൊക്കെ ഉള്ളേ ബ്രോ. ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമുള്ള ഗ്യാങ് കേട്ടോ. അതുകൊണ്ട് അത് പറയാനും തോന്നുന്നില്ല. ഏറ്റവും കഴപ്പ് മൂത്തിരിക്കണ
പാലുണ്ണി അടാ സിറ്റുവേഷൻ ഉണ്ടായതിന്റെ പേരെന്താടാ? യസുവിന്റെ മുകളിലുള്ളവൻ. അല്ല നിനക്ക് റേഡിയോയില് കോൾ ചെയ്യുന്നില്ല, അതാരാണ്? സംസാരിക്കടാ. എടാ പേര് ഞാൻ കേറി അപ്പൊ തന്നെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു വിളിച്ചത്. അതിനെ നിന്നെ റേഡിയോ കിടന്ന് വിളിച്ചോണ്ടിരുന്നില്ല ഒരുത്തൻ, മുതുക്കി വാടാന്നും പറഞ്ഞു. അവന്റെ പേരെന്തിര്? അല്ലല്ല, ഞാൻ ജാക്കറ്റ് ഇടുന്നത് നിങ്ങൾക്ക് ജാക്കറ്റ് ഇടാൻ പറ്റുന്നത് ലീഡേഴ്സിന് മാത്രമേ ഉള്ളൂ, ലീഡേഴ്സിന് മാത്രമേ ഉള്ളൂ. ഹലോ, അറിയില്ല. നിനക്ക് എന്തെങ്കിലും അറിയാവോ? നിനക്ക് എന്താ നിന്റെ സ്വന്തം പേരറിയാവോ? നിനക്ക് ഏടാ സ്വന്തം പേരറിയാവോ? എന്താ പിന്നെ പേര്? ഇത് മാത്രമേ അറിയത്തുള്ളൂ നിനക്ക്. ഇത് ആരറിയാ? നീ എന്തിനാ ഈ ഗ്യാങ്ങിലൊക്കെ ചെന്ന് കയറിയത്? ലീഡറിന്റെ പേരെന്ത്? ലീഡറിന്റെ പാലുണ്ടി പാലുണ്ടി അവൻ തന്നെയാണ് ഇപ്പൊ ലീഡർ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഹുഡി ഇടാൻ പറ്റുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ലീഡറിനും കോലീഡറിനും മാത്രമേ ഉള്ളൂ, അതോ എല്ലാരും ഇടുവോ? ഇല്ല ലീഡറിനും ലീഡറും കോലീഡറും ഉള്ളു. അപ്പൊ കോലീഡർ ആയിരുന്നാ എന്നോട്ട് കൊണയായത്. അവനെ വേണമല്ലോ. കോലീഡറിനെ എടുക്കാൻ പറ്റില്ല. അല്ലെ എടുത്താലും നമുക്ക് ഇതിപ്പോ ഇത് വല്ലാത്തൊരു അവസ്ഥയാണല്ലോ ഇതിപ്പോ. എടാ പക്ഷെ വിളിച്ചു വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് വിട്ടുകൊടുത്താലേ ട്രേഡ് ആവത്തുള്ളൂ. ഇവന് കൊടുക്കുന്നില്ല, അവനോട് വരാൻ പറയട്ടെ. അതായത് ഇവനെ തിരിച്ച് ജീവനോടെ കൊടുക്കണമെങ്കിൽ അവരെ കൂട്ടത്തില് വിളിച്ച് പറയാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ട് ഒന്ന് സോറി പറയാൻ പറ. അല്ലല്ല പത്തോട്ടെ പറയട്ടെ, നമ്മുടെ ഗ്യാങ്ങിന്റെ ഫുൾ ഫോം ഒന്ന് പറയട്ടെ. അതിന് അവനെ വിരുത്തി ഗ്യാങ്ങിന്റെ ഫുൾ ഫോം പറഞ്ഞ അവൻ എന്തിനെ പറയണ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവനെ അകത്ത് കൊണ്ടുപോയി അടിച്ചവൻ കൊല്ലുക, അത്ര. ഓജി കണക്ട് ടു റേഡിയോ നമ്പർ പറഞ്ഞു. ഞാൻ മാറ്റി കൊടുക്കത്തൊന്നുമില്ല, പിന്നെ ഞാനാണ് ആദ്യം. ഞാനാണ് എടാ ഒരുത്തന്റെ പേര് പോടാ പോലെ അതിനകത്ത്. ഹലോ, ഓജിയാണോ? ഓജിയാണോ? അപ്പൊ ബ്രോ ഈ ഓസ്റ്റേ ഉള്ളതുകൊണ്ട് ബ്രോ ഒരു കാര്യം ചെയ്യാ, നമ്മുടെ ഞാൻ കണ്ണാപ്പിയാണ് ബ്രോ എന്റെ പേര്. ഞാനൊരു കൊണയായ ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ടുന്നൊരു പയ്യൻ, നീല പാന്റ്. ആരെന്നറിയോ? ഐഡന്റിറ്റി എടുക്കാണ്ട് നമുക്ക് ഇവനോട് കൊണ്ടുപോകണമെങ്കിൽ വേറെ ആൾക്ക് വരാമെന്ന് പറയാലോ. നമ്മളിപ്പോ ഓഷ എടുത്തു, ഇവനെ കൊണ്ടുപോകണമെങ്കിൽ ഗ്യാങ്സ് വരാൻ പറയാലോ. കൂട്ടത്തിലുള്ളവരാണ് ഇതൊക്കെ ഇവിടെ വിറ്റും പേയായിട്ട് പറയുന്നത്. എടാ നിങ്ങളുടെ കൂട്ടത്തിൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആരെല്ലാം ഉണ്ടോടാ? എടാ വേണ്ടവനെ ഗ്യാങ്സിലോട്ട് വിളിക്കണതിന് പ്രശ്നമില്ലെന്ന് ദൈവം പറഞ്ഞു. മറ്റേ ട്രേഡ് ചെയ്യണ്ടവനെ ട്രേഡ് അല്ല അങ്ങനെ ഒരാളില്ലേ? നീല ഇപ്പൊ ഇല്ലേ? നേരത്തെ ഉണ്ടായിരുന്നവൻ. അവൻ എവിടാ പോയി? അവൻ ഏത് ഗ്യാങ്ങിലോട്ടാ പോയി? എന്തായി? ആ വഴി അങ്ങ് പോയവൻ. ഗയോമി എന്ന് പറഞ്ഞിടത്തുണ്ടോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ പോയോ? അവനും പോയോ?
അവനും പോയോ? ഇല്ലടാ 2 സെക്കൻഡ് അപ്പുണ്ണി എന്ന് പറയുന്ന ഒരുത്തുണ്ടോ ഗ്യാങ്ങില്ല? അപ്പുണ്ണി അപ്പുണ്ണി വാറുണ്ണി എന്ന് പറഞ്ഞൊരുത്തരുണ്ട് ആ പൊണ്ണിയാ ഉണ്ടോ പാറൊക്കെ എനിക്ക് അറിയാം. വേറെ ആരല്ലേ സംസാരിച്ചത്? ഞങ്ങളുടെ ഹോസ്റ്റേജ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നീയൊക്കെ ഞാൻ കേട്ടാ മതി. കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ പരുന്തിന് വേണ്ടവന് പേര് ഹോസ്റ്റേജിന് വേണമെങ്കിൽ ഗ്യാങ്ങോസിന്റെ ഫ്രണ്ട് വന്നിട്ട് പോയാൽ മതി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. വാറുണ്ണിയല്ലേ? ഹലോ ബ്രോ, നിങ്ങളെ ഹോസ്റ്റേജിന് ജീവനോടെ വേണമെങ്കിൽ ഇവിടെ ഗ്യാങ്ങോസിന്റെ ഫ്രണ്ടിലോട്ടോ. പരുന്തിന് വേണ്ടവൻ അവനെ കൊണ്ടുവരണേ, എന്നാലേ ജീവനോട് പറഞ്ഞോട്ടോ. കൂട്ടത്തില് കോലീഡറോ ലീഡറോ ഒരാളും പിന്നെ ഇപ്പൊ പരിധി എന്തോ വേണോന്നൊക്കെ പറഞ്ഞ് കൊണച്ചില്ല, അവനുമായിട്ടങ്ങ് വാ. എന്നാ ജീവനുള്ള നമ്മളെ ഹോസ്റ്റേജ് ഞാൻ തരാം ജീവനോടെ. ഷട്ടർ അടിക്കാൻ നോക്കിയമ്മേ. 5 മിനിറ്റ് പെട്ടെന്ന് പറഞ്ഞേ. എല്ലാരും ഓടാ തൂറിയനോட DP 1200. സൗണ്ട് ബോർഡിന് കിട്ടിയേ ഒരുവട്ടം കിട്ടിയതല്ലേ? അടിച്ചവനല്ലടാ വരാൻ പോകുന്നത്. ഒരുത്ത റേഡിയോയിൽ ഒരു മെസ്സേജ് അടിച്ചു, അവനാ വരാൻ പോന്നെ. നിന്റെ ലീഡർ എന്താ മൊണ്ണയാടാ? നിന്റെ പട്ടി വില അതിന്റെ അത് കേട്ടോ. നിന്റെ ജീവൻ എന്നൊരു വിലയില്ല കേട്ടോ. എനിക്കൊരു ഇല്ലെന്നാണ് ലീഡർ. നിന്നെ അമ്മ ഉപേക്ഷിച്ചു കേട്ടാ. ചിലപ്പോ 2 ദിവസം ആയല്ലോടാ കേറില്ല, അപ്പൊ കമ്മിറ്റ്മെന്റ് കാണത്തില്ല. വലിയ കമ്മിറ്റ്മെന്റ് ഇല്ലടാ. എന്തിനാണ് ഇങ്ങനെ കമ്മിറ്റ്മെന്റ് ഇല്ല? ഒരു ദിവസമാണ് കയറിയാൽ പോലും കമ്മിറ്റ്മെന്റ് കാണിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ട് അമ്മർക്ക് ഒരു വാല്യൂ ഇല്ലല്ലോ തന്നെ. എന്താ പറഞ്ഞിട്ടാ വിളിച്ചത് നിന്നെ ഗ്യാങ്ങിലോട്ട്? അവര് കിടക്ക് ഗ്യാങ് ഉണ്ട് ഇവിടെ. ജിജി ഇപ്പൊ ആള് കുറവാ കേറുന്നു. ആള് കുറവാ. അവര് വേണ്ട കണ്ണ വേണ്ട. OG കളിക്കുന്നിടത്തല്ല അവിടെ പോയി കളിക്കുന്നത്. അവിടെ കൊമ്മന്റ് കുറച്ച് കോൾസ് കേട്ടാ മതി. 2-3 കോള് കേട്ടാ മാത്രം മതി. കൊമ്മന്റെ അടുത്ത് കയറാണ്ടിരിക്കുന്ന ഒരു മാസത്തേക്ക് കോള് പറയാനില്ല. ഒരു മാസത്തേക്ക് ഇല്ല. അതൊരു കടബാധിക്കാം ഒരു മാസത്തേക്ക്. ഓ പിന്നെ കേട്ട് കുറച്ച് പ്രശ്നമാ. ഞാൻ വന്ന് ഡ്രസ് പറഞ്ഞിട്ട് വരാം. എടാ എനിക്കൊരു ഇവന്റിലുണ്ട് പോയടാ. ഇവൻ മിണ്ടുന്നില്ല അളിയാ. എടാ എന്നാലും ആരുടെ റേഡിയോയിൽ സംസാരിച്ച് ചെയ്തെടുത്ത് വന്ന് പോയി. അറിഞ്ഞൂടാ, അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ മതി. അതാരാ ചത്തര ഡസ്റ്റോ അല്ലേ? ഞാൻ ഇത്തിരി എന്റെ ഡ്രസ് ഇട്ടിട്ട് വരാടിയാ. എടാ ഡിമാൻഡ് പറഞ്ഞിട്ട് എന്തോ കൊന്നു കഴിഞ്ഞാ കൊല്ലാൻ പാടില്ല അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയാം. ഗ്യാങ് സസ്പെൻഷൻ കിട്ടുന്ന പറയണേ. അത് ജസ്റ്റ് കൊല്ലണ്ട ഒന്ന് പറയണ എല്ലാവരുടെ അടുത്തും. അങ്ങനെയല്ല ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊല്ലാൻ പറ്റില്ല അങ്ങനെ എന്താ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയോ ഗവൺമെന്റ് അടുത്ത്. അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ അതേപോലെ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് കൊല്ലാൻ കേട്ടോ. അല്ല അവനെ ചെയ്യിക്കാനുള്ള വേണമെങ്കിൽ ഇപ്പൊ ചെയ്യിക്കാൻ പാടില്ലടാ. അതല്ല ചൊറിയുള്ളവരൊന്നും മറ്റവനാ വേണ്ട. ഗാംഗോസിൽ ബുള്ളറ്റ് ഇല്ലെന്ന് പറയുന്നുണ്ട്. മന്ദാരത്തിന്റെ സ്ലോ ഇപ്പോഴും സ്ലോ ആണോ? ആർക്കെങ്കിലും നമ്മുടെ ചോദിക്കാം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവന്മാരൊക്കെ എന്താ ചെയ്യാൻ എനിക്കറിയത്തില്ല.
ഹോസ്റ്റേജ് ഉള്ളപ്പോ അവർ ഫ്രീ കാണിച്ചല്ലോ. സോ ടൈം റീസെറ്റ് ആയല്ലോ. ഇവൻ എടി ഹോസ്റ്റ് ഇവനല്ല, അവന്മാരല്ലല്ലോ. അതിനെ റീസെറ്റ് ആകില്ല. ഹീലടിച്ചായിരുന്നു. എടാ നീ ഇതിനു മുമ്പേ ഇവിടെ വേറെ ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിരുന്നോ? ഏതിലാ? ബ്രോ ഇത് ഹീലടിച്ചോട്ടോ. ഹലോ ബ്രോ, ഹീലടിച്ചോ? ആര് പോയി? എടാ കണ്ണാപ്പിടാ. കണ്ണാപ്പി ഒരു വീഡിയോ കൂടെ കഴിക്കും. നിന്നെ മുടക്കാൻ സമയമായിട്ട് ആക്റ്റീവ് അല്ല. സഞ്ചു കോളും കൂടി എല്ലാരും അങ്ങ് പെട്ടെന്ന് കാണിച്ചു. വഴി കൊടുക്കണേ ഇവനെ കൊണ്ടതിനെ വരുന്നേ. ഇവരെ ഇറങ്ങി ഓടി. ആരെയും കണ്ണേ മീനെ ഇപ്പഴേ കൊണ്ടുവരണ്ടായിരുന്നടാ ഇവനെ. കുഴപ്പമില്ല. കൊണ്ടുവരണ്ടേ? അതാ നീ അകത്ത് കൊണ്ടുപോയി. ഞങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാ മതി. തേടി ഗ്യാങ് വരിക, വേറൊരു ഗ്യാങ്സിൽ 2 ദിവസമായിട്ടുള്ള കേറിയിട്ട് അപ്പോഴേക്കും നിന്നെ തേടി നിന്റെ പാലുള്ളി എത്തിയടാ. നിന്റെ ഭാഗ്യല്ലേ. പാലൊന്നി വന്നല്ലോടാ. ബ്രോ പാലുണ്ണി ആരാലോ? റേഡിയോ കൊണ്ടുചേരാ ഇല്ലേ? എന്നാ പോക്ക ബ്രോ. റേഡിയോ കൊണ്ടുചേരാ. ആളെന്റെ കൂടെ ഹലോ ബ്രോ, പേരെന്താ? ഹലോ അടഞ്ഞു പോയ എടാ പറപ്പിക്കണേ, ഇവനെ കൊണ്ട് പറയിപ്പിക്കണേ. മറ്റേ ഹോസ്റ്റേജിനെ കൊല്ലെല്ലാരും. എലി വിദ്യാലയത്തിലാണ് മോന് പഠിക്കുന്നത്. ഒരു വിദ്യാലയത്തിലും പഠിക്കുന്നില്ല. അതിന്റെ കുഴപ്പമാണ് കാണുന്നുണ്ട്. ഇങ്ങോട്ടൊരു ചോദിക്കണ്ടത് അല്ലേ? നമ്മളെ പാലുണ്ണിയെ പോലെ പാലും കുച്ചു വളർന്ന പിള്ളേരല്ല, മനസ്സിലായ? പൊട്ടത്തിൽ വളർന്ന പിള്ളേരാടാ, മനസ്സിലായോ? പശുപാല, പക്ഷെ പാലുണ്ണി പിടിച്ചതാ കാളപ്പാല. നിന്റെ ഒറാങ്കുട്ടന്റെ ഗാംഗോസ് അല്ല ഇത്, നമ്മുടെ ഗാംഗോസ് ആണ് ഇത്, മനസ്സിലായ? ഒറാങ്കുട്ടിനെ വളർത്തുന്ന സ്ഥലമല്ലേ വലിയ ബസ് ഇവിടെ വേണ്ട. അതൊക്കെ ഞങ്ങൾ അവിടെ വന്നിരിക്കുമ്പോ അടിച്ചാൽ മനസ്സിലായ? ഇവിടെ വന്നൊന്നും അടിക്കണ്ട. ഇനി എന്തെങ്കിലും പറയണ്ട? റേഡിയോയിൽ കൊണച്ചാൽ എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? എടാ റേഡിയോയിൽ മര്യാദക്ക് നിർത്തിക്കടാ. റേഡിയോയിൽ റേഡിയോയിലിരുന്ന ധൈര്യവും ഇപ്പൊ ഉള്ള വ്യത്യാസം കണ്ടോ? പൊട്ടിയിരിക്കുന്നു. ഇപ്പൊ വാ കുത്തിയിരിക്കുന്ന റേഡിയോയിൽ നിനക്ക് ഭയങ്കര നട്ടല്ലായിരുന്നു, മനസ്സിലായോ? വേറൊരു കാര്യമുണ്ട്. റേഡിയോയിൽ ഓൾറെഡി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു മര്യാദക്ക് സംസാരിക്കും പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് ഇവനാടാ വന്ന് ചോദിക്കുന്നേ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ലീഡറിനെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് കൊണ്ടത്, അതുപോലെ അവരുടെ ലീഡറിനെ പറഞ്ഞപ്പോഴാണ് അവർക്കും കൊണ്ടത്, മനസ്സിലായ? പിന്നെ മരിയയുടെ കാര്യം പറയല്ലേ? എന്നിട്ട്
എടാ പിന്നെ ഇരുന്ന് മര്യാദയുടെ കാര്യം പറയില്ല, മനസ്സിലായോ? മരിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതാരാ മരിയ? ഞാൻ നിന്റെ അടുത്തൊന്നും പറയാൻ വന്നില്ലല്ലോ. നീ ഏതാടാ കണ്ടി? എടാ വെയിറ്റ് നോക്കാം. കണ്ട മരിയുടെ കാര്യമൊക്കെ പറയുന്നത്. നീ കുനിഞ്ഞു നിന്നിട്ട് ചോദിക്കേ, നീ കുനിഞ്ഞു നിന്നിട്ട് ചോദിക്കടാ, ഓസ്ട്രേലിയ താന്ന് ചോദിക്കടാ. പറ മര്യാദ എന്ന് പറഞ്ഞ മര്യാദ നിങ്ങൾ ഹോസ്റ്റേജ് വേണമെന്ന് നേരെ സംസാരിക്കാൻ പറയാം മെമ്പറിന്റെ അടുത്ത്. നമ്മളിവിടെ മര്യാദയ്ക്ക് ആദ്യം സംസാരിക്കും. ഇവൻ അലക്കല്ലടാ. എടാ നീ മേളിൽ അലക്കല്ലടാ. ഒരാള് സംസാരിക്കടാ, ആരെങ്കിലും ഒരാള് സംസാരിക്കടാ. ഞാൻ തോന്നുന്നു പറയടാ, എടാ ഇവനൊന്നും ചെയ്യല്ലേ, ഇവനെ കൊല്ലല്ലേ. എടാ കണ്ണാപ്പി നിനക്ക് എന്താന്ന് വേണ്ടതെന്ന് വെച്ചാൽ നീ മറ്റവന്റെ അടുത്ത് പോയി സംസാരി. മറ്റവനല്ലേ ഇവിടെ റേഡിയോയിൽ പറഞ്ഞേ. ടിവിയുടെ ഫുൾ ഫോം എന്താന്ന് അവൻ അറിയണം. നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവൻ അതങ്ങ് മാറ്റി. അതുകൊണ്ടാണ് നിന്റെ കൂട്ടത്തിലുള്ളവരെ ഇവിടെ പിടിച്ചോണ്ട് വന്നേക്കുന്നത്. അപ്പൊ കാര്യം മനസ്സിലായോ? പിന്നെ നീ അറിയാം, നീ ഗുണം പറഞ്ഞു. നീ ഇനി വാ തുറന്നോ, നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് പറയുന്നത്? ഓസ്റ്റിനെ തുറന്നെങ്കിൽ ഒരു ദൈവം ഒരു സോറി പറഞ്ഞിട്ട് സോറി നിനക്കെന്താ ചെയ്യാൻ പറ്റും? നിനക്ക് ഹോസ്റ്റേജ് നീ ചെയ്തേ പറ്റൂ. ചെയ്താലേ അവന് ജീവനോട് എടുത്തുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ചെയ്താലേ അവനെ വിടത്തുള്ളൂ. സോറി എന്ന് പറ. മുട്ടയായിരുന്നു നിന്റെ പുളിച്ച സോറി ഇവിടെ വേണ്ട കേട്ടാ. ഞങ്ങൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാം. കൊല്ലണ്ട. കാര്യം പറയണോ ബ്രോ? പോയി ഹോസ്റ്റേ എത്തടാ. അയ്യോ ഇവന്മാരെ കൊല്ലാൻ പോവാ. തിരിച്ച് പറയണ കേട്ടൂടാ, തിരിച്ചു വാ.